മനസ്സാകെ അസ്വസ്ഥമാണ്. ഒന്നിനും ഒരു മൂഡില്ല. ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാൻ തോന്നുന്നില്ല. ഒന്നും ചെയ്യാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരാളാണോ നിങ്ങൾ? എന്തെന്നറിയാത്ത ഒരു ഉൾഭയം നിങ്ങൾക്കുള്ളിലുണ്ടോ? എന്തോ വരാൻ പോകുന്നു എന്ന ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാ സമയത്തും എന്തെന്നില്ലാത്ത ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അമിതമായ ദേഷ്യം പിടിക്കുന്നുണ്ടോ? ഒന്നുകൊണ്ടും ഒരു തൃപ്തിയും വരാത്ത ഒരു മാനസികാവസ്ഥയിലാണോ നിങ്ങൾ? എന്തെന്നില്ലാത്ത ഒരു ഭയം നിങ്ങൾക്കുള്ളിലുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സുഖവുമില്ല, ഒരു സന്തോഷവുമില്ല. നേരം വെളുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, വൈകുന്നേരമാകുന്നു, കിടന്നുറങ്ങുന്നു. അതിനിടയിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് ചിന്തകൾ കടന്നു വരുന്നു. ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ, ജീവിതത്തിൽ ഒരു ഉയർച്ചയുമില്ലാതെ, ഒരു വളർച്ചയുമില്ലാതെ, യാതൊരു മാറ്റവുമില്ലാതെ, എല്ലാ ദിവസവും ഒരു വിരസമായ രീതിയിൽ, ഒരു വികാരവുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ, ഒരു സന്തോഷവുമില്ലാതെ അങ്ങനെ ഒരു ഡെയിലി റൊട്ടീനായി അങ്ങനെ കടന്നു പോകുന്നുവെങ്കിൽ, ഈ വീഡിയോയിൽ പറയുന്ന 6 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ഈ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും ജീവിതത്തിൽ സന്തോഷമെന്തെന്നത് നാം തിരിച്ചറിയുകയും ചെയ്യും. ഇതുവരെ കഴിഞ്ഞ വീഡിയോകളിൽ സമാധാനപൂർവമായ, സന്തോഷകരമായ, മെച്ചപ്പെട്ട ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് നാം മാനസികമായി ചെയ്യേണ്ട പരിവർത്തനങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞത്. ഇതും അതുപോലെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന, മനസ്സിലുള്ള കാര്യങ്ങളെ ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ടോട്ടലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ് എന്ന് മാത്രം. നാം ജീവിതത്തിൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റേണ്ട കുറഞ്ഞ ചില പ്രവർത്തനങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നിനും മൂടില്ലാതെ, ഒരു ഉന്മേഷമില്ലാതെ, എല്ലാ സമയത്തും നെഗറ്റീവ് അടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്ന നമ്മുടെ മനസ്സിനെ നാം കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ അത് അപകടകരമായ അവസ്ഥയിലേക്ക് പോയേക്കാം. ഡിപ്രഷൻ പോലെ, ആങ്സൈറ്റി പോലെയുള്ള മാനസികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് അത് നീങ്ങിയേക്കാം. അതിനു പകരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി റൊട്ടീനിന്റെ ഭാഗമായി ഈ 6 കാര്യങ്ങളെ നാം ഉപയോഗിക്കുകയാണ് എങ്കിൽ, കൂട്ടിച്ചേർക്കുകയാണ് എങ്കിൽ, നമ്മുടെ സ്വഭാവത്തിന്റെ കൂട്ടത്തിലേക്ക് അതിനെ ചേർക്കുകയാണ് എങ്കിൽ നമുക്ക് ഈ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ചില ക്ഷീണങ്ങൾ നമ്മുടെ മനസ്സിനെയും ബാധിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സിന് ഇരിപ്പിടം ലഭിക്കുക. നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്തിന് വരുന്ന ക്ഷീണങ്ങൾ, പ്രശ്നങ്ങളെല്ലാം സാരമായ രീതിയിൽ തന്നെ നമ്മുടെ മാനസികാവസ്ഥയെയും ബാധിക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ മേഖലയിലെ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഈ 6 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അതിൽ ഒന്നാമത്തെ ഏറ്റവും സിമ്പിളാണ്. രാവിലെ നാം എണീറ്റ ഉടനെ ആ സൺറൈസിന്റെ സമയത്ത് ഒരു 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ ശരീരത്തിലേക്ക് ആ സൂര്യപ്രകാശത്തെ ഒന്ന് കൊള്ളുക. കുറച്ചു നേരം വെയിൽ കൊള്ളുക. ആ സമയത്ത് നമുക്ക് കുറച്ച് നടക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റെന്തെങ്കിലും പുറത്ത് ചെയ്യേണ്ട ചില വർക്കുകൾ ചെയ്തുകൊണ്ട് ആ 20 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ ഈ സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ ഏൽക്കുക. അത് വൈറ്റമിൻ ഡിയുടെ കണ്ടന്റുകൾ നമ്മുടെ ശരീരത്തിൽ എത്തുകയും അതിലൂടെ നമുക്ക് ഉന്മേഷം വരികയും നമ്മുടെ ഉന്മേഷത്തെ അത് സാരമായി സ്വാധീനിക്കുകയും നല്ല ഉഷാറോടുകൂടി ഒരു ദിവസം മുഴുവൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ചില ആളുകൾ പറയാറുണ്ട്, രാവിലെ എണീറ്റ ഉടനെ നല്ല ഉഷാറാണ്, കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണം ബാധിക്കുകയാണ് എന്ന്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഈ രാവിലെ 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നാം സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ കൊള്ളിക്കുന്നത്, വെയിൽ കൊള്ളുന്നതിന്, അതുമൂലം വിറ്റാമിൻ ഡിയുടെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നമുക്ക് കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.
അതുപോലെ മോർണിംഗ് സമയത്ത് നാം എണീറ്റ ഉടനെ തന്നെ നല്ല ഒരു ബ്ലാക്ക് കോഫി കുടിക്കുക. ഒരു കോഫി നാം കുടിക്കുക. അതിലൂടെ നമുക്കൊരു നല്ല ഉന്മേഷവും ഉഷാറും ലഭിക്കും. നമ്മുടെ ചടഞ്ഞിരിക്കുന്ന ആ സ്വഭാവത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ചടഞ്ഞിരിക്കുന്ന ആ സ്വഭാവത്തെ മാറ്റിക്കൊണ്ട് ഈ കോഫി കുടിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായ ഒരു ഉന്മേഷം വരികയും ഒരു ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുകയും നമ്മുടെ മനസ്സിനെ ഒന്ന് കാമാക്കുകയും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും കഴിയും. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ ഒരു കപ്പ് ബ്ലാക്ക് കോഫി കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ രാവിലെ തന്നെ നാം കണ്ടുമുട്ടുന്ന ആളുകളുമായി, നമ്മുടെ കുടുംബാംഗങ്ങളാകട്ടെ, അയൽവാസികളാകട്ടെ, നാട്ടുകാരാകട്ടെ, ആരെയാണോ നമ്മൾ കണ്ടുമുട്ടുന്നത് അവരോട് കുറച്ച് പോസിറ്റീവായ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ, നല്ല ഓർമ്മകളെ നമ്മൾ റീകോൾ ചെയ്തുകൊണ്ട് അത് സംസാരിക്കുക. അതോടൊപ്പം ഒരു ദിവസത്തിൽ 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുതിയ ഒരാളുമായിട്ടുള്ള ബന്ധം പുതുക്കുക. അത് നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ സറൗണ്ടിൽ വരുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ വർദ്ധിപ്പിക്കാനും ശക്തമാക്കാനും അഫക്റ്റീവാക്കാനും ഒക്കെ കഴിയുന്നതോടെ നമുക്ക് അത് നമ്മുടെ ഓർമ്മകളെ നമുക്ക് റീകോൾ ചെയ്യാനും ഒരു ഗുഡ് മെമ്മറി, നല്ല രീതിയിലുള്ള ചിന്തയിലേക്ക്, ഗുഡ് തോട്ടിലേക്ക് അത് കൊണ്ടുപോകാനും കഴിയും. അത് നമ്മൾ അങ്ങനെ ദിവസവും തുടരുകയാണെങ്കിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പോലും നെഗറ്റീവ് ചിന്തകൾ വരാതെ ഈ മനോഹരമായിട്ടുള്ള ഇന്ന് നാം സംസാരിച്ച വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓർമ്മകളെ, നമുക്ക് നല്ല ഓർമ്മകളെ റീകോൾ ചെയ്യാൻ കഴിയും. അതോടുകൂടി നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മാറുകയും നമുക്ക് എല്ലാ സമയത്തും സങ്കടം നൽകുന്ന ചിന്തകൾ മാത്രം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന 30,000-ഓളം വരുന്ന ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ 24 മണിക്കൂറിനുള്ളിൽ 30,000-ഓളം ചിന്തകൾ കടന്നു പോകുന്നതിൽ മഹാഭൂരിപക്ഷം 70% മുതൽ 75% വരെ നെഗറ്റീവ് ചിന്തകളാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം നമ്മൾ ഇന്ന് പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഇന്ന് സംസാരിച്ച ആ നല്ല വ്യക്തികളിൽ നിന്ന് കിട്ടിയ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഊർജം നമുക്ക് തിരിച്ചു പിടിക്കാനും നമ്മുടെ എല്ലാ സമയവും ഫുൾ ടൈം അത്തരം നല്ല ചിന്തകളുമായി മുന്നോട്ട് പോകാനും കഴിയും. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ വീട്ടിലുള്ള, നാം കണ്ടുമുട്ടുന്ന ആളുകളുമായിട്ട് നല്ല നല്ല കുറച്ചു കാര്യങ്ങൾ സംസാരിക്കുകയും അവരിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ റീകോൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരാളോട് 2 മുതൽ 5 മിനിറ്റ് വരെയെങ്കിലും മിനിമം നാം സംസാരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ രാവിലെ തന്നെ നമ്മൾ എണീറ്റ ഉടനെ കുറച്ച് ഈ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക. നമ്മൾ പക്ഷേ എത്ര കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ പോലും നമ്മുടെ എല്ലാ കിണപ്പുകളിലേക്കും ജോയിന്റുകളിലേക്കും അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ നന്നാക്കുന്നതിന് വേണ്ടി അവിടെയൊക്കെ ഒരു പക്ഷേ ടൈറ്റായി നിൽക്കുന്നുണ്ടാകാം. അതിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ മസിലുകളെയും നമ്മുടെ ജോയിന്റുകളെയും ഒക്കെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അത് നമുക്ക് വീട്ടിൽ ചെയ്യാം. അല്ല എങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, സ്വിമ്മിങ് നടത്താം, സൈക്ലിംഗ് നടത്താം. അല്ല എങ്കിൽ ഹെൽത്ത് ക്ലബ്ബുകളിലും ജിമ്മുകളിലും ഒക്കെ പോയി അത്തരം എക്സസൈസുകൾ നമുക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ ശരീരത്തിൻ്റെ ആയാസകരമായ പ്രവർത്തനത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകൾ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നാം അരമണിക്കൂർ വീതം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുകയും സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്ന രീതിയിലുള്ള കെമിക്കൽസ് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആയാസകരമായിട്ടുള്ള ഒരു ശാരീരിക മൂവ്മെന്റ് വരുന്നതോടുകൂടി നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനിലും അത് സന്തോഷകരമായ, കാമായ, സമാധാനപൂർവമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നാം പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് നല്ല ഒരു മനസ്സും ഉണ്ടാകുന്നത്. 5ാമത് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ കാര്യത്തിലാണ്. പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥക്ക് അനുസൃതമായിട്ടുള്ള ആവശ്യമുള്ള രീതിയിൽ ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഡയറ്റീഷ്യന്മാരുടെ സേവനം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒട്ടനവധിയുണ്ട്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട്
ആവശ്യമാണ് എങ്കിൽ ഒരു ഡയറ്റീഷ്യനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ അവസ്ഥക്കനുസരിച്ച് നമ്മുടെ ശാരീരിക ഘടനക്കനുസരിച്ചുള്ള ഒരു ഹെൽത്തി ഡയറ്റ് റൊട്ടീൻ നാം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു ദിവസത്തിൽ അരമണിക്കൂർ കഴിയുമ്പോൾ ചെറിയ സിപ്പുകളായി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തെ ഈ അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കാമാക്കാനും ഒന്ന് തണുപ്പിക്കാനും ഒക്കെ സഹായിക്കും. അങ്ങനെ നല്ല ഒരു ശാരീരിക ഘടനയുള്ള നമ്മുടെ ബ്ലഡ് പ്രഷറും നമ്മുടെ ഷുഗർ ലെവലും അതുപോലെ നമ്മുടെ വൈറ്റൽസും എല്ലാം ഒരു നോർമലായ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റാൻ കഴിയുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും അതുപോലെയുള്ള വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന വലിയ ഒരു മാനസിക പ്രശ്നത്തെ നാം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഇത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ നമ്മുടെ ജീവിത ശൈലിയുടെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ശരീരവും ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും നമുക്കുണ്ടാകാനുള്ള കാര്യങ്ങൾ നാം ചെയ്യുക. അതിനൊക്കെ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് റീപ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ജീവിതത്തെ മെച്ചപ്പെടുത്താനും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനും സഹായിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.